ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ചു നോക്കിയാലോ. ദേവാലയ ശുദ്ധീകരണം. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശയും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് മർക്കോസ് എഴുതിയ ലേഖനം 11-ാം അധ്യായം 15-ാം തിരുവചനമാണ്. ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ച യേശുവിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയാണ് സമാന്തര സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ദേവാലയ ശുദ്ധീകരണം. ഇസ്രായേൽക്കാർക്ക് ഒരേ ഒരു ദേവാലയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനഗോഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന അനേകം പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബലിയർപ്പണം നടത്തുന്ന ദേവാലയം ജെറുസലേമിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രാർത്ഥനാലയം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.